വടക്കൻ കേരളം നമുക്കൊന്ന് പരിശോധിക്കാം. വടക്കൻ കേരളവും UDF തൂത്തുവാരുകയായിരുന്നു. മലപ്പുറം പൂർണ്ണമായും UDFനെ തുണച്ചപ്പോൾ കാസർഗോഡും കോഴിക്കോടും ഒരു സീറ്റ് മാത്രമാണ് LDFന് നേടാനായത്. മുഹമ്മദ് അസ്ലമിന്റെ റിപ്പോർട്ട്. ദിവ്യ, മലബാറിൽ സ്വപ്നതുല്യമായ ഒരു തേരോട്ടമാണ് UDFന് ഉണ്ടായിരിക്കുന്നത്. മലബാറിൽ മലപ്പുറമായിരുന്നു നേരത്തെ UDFന്റെ ഒരു കോട്ടയെങ്കിൽ അത് അവിടെ നിന്ന് അങ്ങോട്ട് കോഴിക്കോടും പാലക്കാടും കണ്ണൂരിലേക്കൊക്കെ തന്നെ UDFന് വലിയ തോതിലുള്ള വിജയം ഉണ്ടായെന്നുള്ളതാണ് ഇത്തവണത്തെ പ്രത്യേകത. മലപ്പുറം പൂർണ്ണമായി ഒരൊറ്റ സീറ്റ് പോലും LDFന് കൊടുക്കാതെ 16 സീറ്റും UDF നേടി. അതിൽ 14 മുസ്ലിം ലീഗും 12 മുസ്ലിം ലീഗും 4 കോൺഗ്രസ് സ്ഥാനാർത്ഥികളുമാണ് ജയിച്ച് കയറിയത്. ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട വിജയം എന്ന് പറയുന്നത് മലബാറിന്റെ ആസ്ഥാനമായ കോഴിക്കോട് ജില്ലയുടെ തന്നെയാണ്. 13 സീറ്റുകൾ ഉള്ളതിൽ 12 സീറ്റും ബേപ്പൂർ മുഹമ്മദ് റിയാസ് വിജയിച്ചത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പൂർണ്ണമായും 12 സീറ്റും കൂട്ടി അത് പിടിച്ചു എന്ന് മാത്രമല്ല, ഭൂരിപക്ഷങ്ങൾ 38,000 ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ ജയിച്ച എലത്തൂര്, 22,000 ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ LDF വിജയിച്ച ബേപ്പൂര്, പേരാമ്പ്ര, അതോടൊപ്പം തന്നെ ബാലുശ്ശേരി തുടങ്ങി പ്രധാനപ്പെട്ട വലിയ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളൊക്കെ തന്നെയും തിരിച്ചു പിടിക്കാമെന്ന് മാത്രമല്ല 20 വർഷമായി കോൺഗ്രസിന് MLA-മാരില്ലായിരുന്ന കോഴിക്കോട് കോൺഗ്രസിന് MLA-മായി എന്നുള്ളത്. അങ്ങനെ ആറത്തിൽ 12 സീറ്റ് ഇതിന്റെ കോഴിക്കോടാണ് വലിയ തേരോട്ടം നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പാലക്കാട് ജില്ലയിൽ നിന്നും 5 സീറ്റുകൾ നേടിയിരിക്കുന്നു. അത് പാലക്കാടും മണ്ണാർക്കാടൊപ്പം തന്നെ തൃത്താലയും ചിറ്റൂരും കൂടി കോങ്ങാട് കൂടി പിടിച്ചെടുത്തുകൊണ്ടാണ് അവിടെ മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. കണ്ണൂരിലെ പ്രകടനം തന്നെ ഏറ്റവും ഒരുപക്ഷെ CPM-നെ ഞെട്ടിക്കുന്ന പ്രകടനം കാഴ്ചവെച്ചു. ഒരുപക്ഷെ പയ്യന്നൂരും തളിപ്പറമ്പിലും CPM-ൽ നിന്ന് പുറത്തേക്ക് വന്ന വിമതർ മത്സരിക്കുമ്പോൾ അവർ പക്ഷേ ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിയുമെന്ന് മാത്രമേ കരുതിയിരുന്നുള്ളൂ. അതേസമയം തന്നെ UDF-ന്റെ കേന്ദ്രങ്ങളെ പോലും ഞെട്ടിച്ചുകൊണ്ട് CPM-ന്റെ അണികൾ വളരെ നിശബ്ദമായി തന്നെ CPM-നെതിരെ വോട്ട് ചെയ്തതിന് തെളിവാണ് പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും വിജയം. ആ 2 സീറ്റുകളിലെ പിന്തുണയോടുകൂടി കണ്ണൂരോട് തിരിച്ചു പിടിച്ചുകൊണ്ട് 5 സീറ്റുകൾ നേടി കണ്ണൂരിലും ശക്തി തെളിയിച്ചു. അതോടൊപ്പം തന്നെ കാസർഗോഡ് സാധാരണ എപ്പോഴും 2 സീറ്റുകളാണ് ഉണ്ടാവാറ്, ബാക്കി 3 സീറ്റ് എപ്പോഴും LDF വിജയിക്കുന്ന സീറ്റുകളാണ്. ഉറച്ച കോട്ടകൾ എന്ന് കരുതിയിരുന്ന ഉദുമയും തൃക്കരിപ്പൂരും വഴി സന്ദീപ് വാര്യർ തൃക്കരിപ്പൂർ ജയിച്ചു. അതോടൊപ്പം തന്നെ ഉദുമ കൂടി പിടിച്ചെടുത്തുകൊണ്ട് 4 സീറ്റ് 5-ൽ 4 സീറ്റും അവിടെ നിന്ന് കാസർഗോഡ് നിന്നും വിജയിച്ചിരുന്നു. വയനാട് 3 സീറ്റ്. നമുക്കറിയാം വയനാട് പുനരധിവാസമായിരുന്നു LDF-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം. അതായിരുന്നു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ. ഇന്ന് മാത്രമല്ല T. സിദ്ദീഖ് കൽപ്പറ്റ MLA-ക്കെതിരെ രൂക്ഷമായ വിമർശനം അതുമായി ബന്ധപ്പെട്ട് ഉയരുകയും പുനരധിവാസ പ്രഖ്യാപന വേളയിൽ കൂക്കുവിളി കൊണ്ട് സിദ്ദീഖിനെ നേടുകയൊക്കെ ചെയ്തിരുന്നു. അവിടെ 45,000-ലധികം വോട്ടുകൾ സിദ്ദീഖ് ജയിക്കുന്നു. ആ 3 മണ്ഡലവും മന്ത്രി ആദിവാസി വകുപ്പ് മന്ത്രിയെ കൂടി തോൽപ്പിച്ചുകൊണ്ട് 3 സീറ്റും നേടുന്നു. ആ അർത്ഥത്തിൽ മലബാറിൽ 60 സീറ്റുകൾ, ആകെയുള്ള 60 സീറ്റുകളിൽ 45 സീറ്റുകൾ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ 22 സീറ്റുകൾ മാത്രം വിജയിച്ചിരുന്ന് അതിനെ ഇരട്ടി സീറ്റുകൾ 45 സീറ്റ് എന്നതിലേക്ക് മാറുമ്പോൾ 15 സീറ്റിലേക്ക് LDF ഒതുങ്ങുന്ന കാഴ്ചയാണ് ഉണ്ടായത്. ഏതായാലും മലബാറിൽ UDF ഇതുവരെയും ലഭിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു വിജയം നേടുന്നു. 100 സീറ്റിലധികം പോകുമ്പോൾ അതിൽ 45 സീറ്റുകൾ മലബാറിലെ 6 ജില്ലകളിൽ നിന്നാണെന്നുള്ളത് മലബാറിലെ UDF നേതൃത്വത്തെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ടതാണ്. ലീഗിനെ സംബന്ധിച്ചോളം സമ്പൂർണ്ണ വിജയത്തിലേക്ക് തന്നെയാണ് മലപ്പുറം വന്നത്. കോഴിക്കോടും അങ്ങനെ തന്നെ വന്നു എന്ന് മാത്രമല്ല, ലീഗിന്റെ ചരിത്രത്തിൽ ആദ്യമായി വനിതാ MLA ഉണ്ടായി. അത് പേരാമ്പ്രയിൽ LDF കൺവീനർ തന്നെ തോൽപ്പിച്ചുകൊണ്ട് ഫാത്തിമ തഹ്ലിയ എന്ന് പറയുന്ന പുതുതലമുറക്കാരി ഒരു വിജയം ഉണ്ടാക്കുമ്പോൾ അത് ചരിത്രത്തിൽ ലീഗിനെ സംബന്ധിച്ചോളം ലീഗിന്റെ ചരിത്രത്തിൽ എഴുതപ്പെടുന്ന ഒരു വിജയമായി മാറുകയാണ്. അതോടൊപ്പം തന്നെ കാസർഗോഡും വിജയിച്ചു, പാലക്കാടും വിജയിച്ചു. അങ്ങനെ മലബാറിലും പ്രധാനപ്പെട്ടൊരു വിജയത്തിന്റെ പ്രധാനപ്പെട്ട കണ്ണിയായി ലീഗ് മത്സരിക്കുകയും ചെയ്തു. എന്തായാലും കോഴിക്കോട് ജില്ലയാണ് ഒരു ജില്ലാ എന്നർത്ഥത്തിൽ ഒരുപക്ഷെ കൂടുതൽ വിജയം ഉണ്ടായത്. അതിൽ DCC പ്രസിഡന്റ് K. പ്രവീൺകുമാറിന്റെയും അതോടൊപ്പം തന്നെ ലീഗിന്റെ ജില്ലാ നേതൃത്വം റസാഖ് മാസ്റ്റർ, TT ഇസ്മായിൽ ഉൾപ്പെടെയുള്ള UDF-ന്റെ ജില്ലാ നേതൃത്വത്തിന്റെ ഒരു പ്രകടനം, അവരുടെ ഒരു പ്രവർത്തനം കൂടി ഇതിനോടൊപ്പം പറഞ്ഞു വെക്കേണ്ടതാണ്. എന്തായാലും വലിയ വിജയമാണ് മലബാറിൽ UDF-നുണ്ടായത്.